ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് ഈ ഏറ്റവും അവസാനം ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു മാർവൽ ഫിലിമാണ്. എന്താ പറയുക, മാർവലിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ഒരുപാട് പടങ്ങൾ ഇപ്പോൾ മൾട്ടിവേഴ്സസ് സാഗ തുടങ്ങിയതിന് ശേഷം, അയൺമാൻ്റെ ഒരു മരണത്തിന് ശേഷം ഒരുപാട് സിനിമകൾ ഇങ്ങനെ തുടങ്ങി വെച്ച് ഒരു മൾട്ടിവേഴ്സ് സാഗയുടെ എങ്ങും എത്താതെ പോകുന്ന ഒരു മാർവലിൻ്റെ ഒരു പുതുജീവൻ കൊടുക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ. തണ്ടർബോൾട്സ് എന്നൊരു സിനിമ ഒരു പുതിയ ന്യൂ അവെഞ്ചേഴ്സിനെയൊക്കെ സൃഷ്ടിച്ച് വരുന്നുണ്ട് എന്ന് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതിനെ കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് കൂടെ ഉയർത്തുന്ന രീതിയിലാണ് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന സിനിമ മാർവലിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഫാന്റാസ്റ്റിക് ഫോറിലെ ക്യാരക്ടേഴ്സ് മാർവലിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടല്ല, ഡോക്ടർ സ്ട്രേഞ്ച് സിനിമയിൽ മറ്റൊരു മൾട്ടിവേഴ്സിൽ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലാണ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഈ ഒരു മൾട്ടിവേഴ്സ് സാഗയിലേക്ക് ടോട്ടലി ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു എൻട്രി വരുന്നത്. ഒരു 70s കാലഘട്ടങ്ങളിൽ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള ഒരു എർത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഫാന്റാസ്റ്റിക് ഫോറാണ് അവിടുത്തെ അയൺമാൻ എന്ന് പറയുന്ന രീതിയിലാണ്, അവിടുത്തെ ഒരു റിച്ചസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പീപ്പിൾസ് ഗോഡ് എന്നൊക്കെ പറയുന്നതൊക്കെ രീതിയിൽ വരുന്ന ഒരു ടീമാണ് ഫാന്റാസ്റ്റിക് ഫോർ. അവിടുത്തെ ഒരു അവെഞ്ചേഴ്സാണ് ഫാന്റാസ്റ്റിക് ഫോർ. അവിടുത്തെ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അവിടുത്തെ ഭൂമിയിൽ എന്തൊക്കെ ത്രെറ്റ് ഉണ്ടാകുന്നുണ്ടോ, അപ്പോൾ ഈ ആളുകൾക്കൊക്കെ ആശ്രയിക്കുന്ന ഒരു ഒരു പീപ്പിൾസാണ് ഈ ഫാന്റാസ്റ്റിക് ഫോർ. അപ്പോൾ ഈ ഗവൺമെൻറ് പോലെ തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അതോറിറ്റീസും അതിൻ്റേതായിട്ടുള്ള എല്ലാ പവറും ഈ ഫാന്റാസ്റ്റിക് ഫോറിന് ആ ഭൂമിയിൽ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് സിൽവർ സർഫർ വരുന്നത്. സിൽവർ സർഫർ നമ്മൾ മുന്നത്തെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ സിൽവർ സർഫർ ഈ ഭൂമിയെ മൊത്തമായിട്ടും ഒരു എന്താ പറയുക, ഒരു ത്രെറ്റ് വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, പേടിപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിൽവർ സർഫറിനെ അയക്കുന്നത് ഗലാക്ടസ് എന്ന് പറയുന്ന ഈ സിനിമയിലെ ഏറ്റവും വലിയ ഒരു വില്ലനാണ്. അതായത് എല്ലാ ഗ്രഹങ്ങളെയും തിന്നു തീർക്കുന്ന ഒരു വില്ലനാണ്, അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവിയാണ് ഈ പറയുന്ന ഗലാക്ടസ്. അപ്പോൾ അത് വന്നിട്ട് ഈ പറയുന്ന ഭൂമി, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഭൂമിയിലേക്ക് വന്ന് അതിനെ തിന്നുന്നതിന് മുമ്പേ ഫാന്റാസ്റ്റിക് ഫോർ തിരിച്ച് ഗലാക്ടസിൻ്റെ അടുത്തേക്ക് എത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന കുറച്ച് കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് സ്യൂ എന്ന് പറയുന്ന നമ്മുടെ ഇൻവിസിബിൾ വിമൺ, അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ സിനിമയുടെ തുടക്കം തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ ഗർഭിണി ആയിരിക്കെ തന്നെ സ്യൂവും ഈ പറയുന്ന ബാക്കി 3 പേരും, ടിങ്ങും ഹ്യൂമൻ ടോർച്ചും മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും എല്ലാവരും കൂടെ ഒരു ഉപഗ്രഹത്തിൽ കയറി, ഒരു പേടകത്തിൽ കയറിയിട്ട് ഗലാക്ടസിൻ്റെ അടുത്തേക്ക് പോകുന്നതും, അവിടെ നിന്ന് ഗലാക്ടസ് പറയുകയാണ് ആ സ്യൂവിൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭൂമിയെ ഞാൻ വെറുതെ വിടാമെന്ന് പറയുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു പവറുണ്ട്. പിന്നീട് തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമ്പോഴാണെങ്കിലും, ആ കുട്ടി ജനിക്കുമ്പോഴാണെങ്കിലും മിസ്റ്റർ ഫാന്റാസ്റ്റിക് എപ്പോഴും നോക്കുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും പവറുണ്ടോ, ഇതൊരു സാധാരണ കുട്ടിയാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ആ കുട്ടിക്ക് എന്തോ ഒരു പവറുണ്ട്. അത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ പുതിയ ഒരു ഫേസിലേക്ക് കടക്കുന്ന സമയത്ത് ഈ കുട്ടി ആരാണ്, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയായിരിക്കണം ഇനിയുള്ള കഥകൾ പോകുന്നത്. ഡോക്ടർ ഡൂം വരാനിരിക്കുന്നുണ്ട്, സീക്രട്ട് വാർസ് അടുത്ത വർഷം വരാനിരിക്കുന്നുണ്ട്, സ്പൈഡർമാൻ്റെ സിനിമ വരാനിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ 2026 സംഭവിക്കാനിരിക്കെ ഈ ഒരു സിനിമ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നൊരു സിനിമ ഒരു വലിയൊരു തുടക്കം തന്നെയാണ്. അതിൻ്റെ എല്ലാവിധ, അതായത് ഇത് സിനിമയിൽ സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് എങ്ങനെ ഈ ഒരു പവർ കിട്ടിയെന്നോ, അല്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിതം ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നു എന്നൊന്നും സിനിമയിൽ അധികം സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ട് പറയുന്നില്ല. അതൊക്കെ നമുക്ക് മുന്നത്തെ ഫാന്റാസ്റ്റിക് ഫോറിനെ എല്ലാവർക്കും പരിചയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ ഈ ഒരു കഴിവുകൾ കിട്ടി എന്നുള്ളതൊക്കെ ചെറിയൊരു ഡയലോഗുകളിലൂടെ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. കൂടുതലും ഈ ഒരു പ്രശ്നങ്ങളിലേക്ക്, അതായത് പുതിയൊരു ഫേസിലേക്ക് കടക്കുന്ന രീതിയിലുള്ള എല്ലാ ഒരു സ്റ്റാർട്ടിങ്ങും കൊടുത്തുകൊണ്ടാണ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ പോകുന്നത്. മാത്രമല്ല ഫാമിലി എന്ന് പറയുന്ന വലിയൊരു ഘടകം, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും, സ്യൂ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അവൾ എത്രത്തോളം തൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുമാത്രമല്ല ആ ഒരു നാടിനെയും ആ നാട്ടിലെ ആളുകളെയും എല്ലാം ഫാമിലിയാണ്, നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പ്രസംഗങ്ങളും ആ ഒരു
കോറാണ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. മറ്റ് സിനിമകളിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും ഈ സിനിമയിൽ ഫാമിലി എന്ന് പറയുന്ന കോർ എലിമെൻ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ ഇമോഷണലി നമ്മളെ കുറച്ചും കൂടെ ഒന്ന് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ടെൻഷനാക്കുന്നതും പിന്നീട് വരുമ്പോൾ പുതിയൊരു ഫേസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സ്റ്റാർട്ടിംഗ് ആയിട്ടും കാണേണ്ടുന്ന ഒരു സിനിമയാണ്. മാർവലിൻ്റെ എല്ലാവിധ ഗുണഗണങ്ങളും അടങ്ങിയ ഒരു സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കിടിലൻ അനിമേഷൻസും കിടിലൻ ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സിൽ നമ്മുടെ എല്ലാമായിട്ടുള്ള റോബർട്ട് ഡോണി ജൂനിയർ അവതരിപ്പിക്കുന്ന ഡോക്ടർ ഡൂം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ ചെറിയൊരു സൈഡും കൂടെ കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.